പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് ധ്യാനിക്കാം. യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. യൂദയായിലെ ഏറ്റവും ചെറിയ നഗരമായ ബെത്ലഹേമിനെ നോക്കി അന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് ഇന്ന് എന്നെയും നിന്നെയും നോക്കി അവിടുന്ന് പറയുന്നു. ജോലി മേഖലയിലോ കുടുംബജീവിതത്തിലോ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നീ ചെറുതാണെന്നോ എങ്ങും എത്തിയില്ലെന്നോ നിന്റെ കൂട്ടുകാരുടെയോ ബന്ധുമിത്രാദികളുടെയോ സഹപ്രവർത്തകരുടെ ഇടയിൽ നീ മാറ്റി നിർത്തപ്പെട്ടുവെന്നോ ചിന്തിക്കുന്നുണ്ടോ? പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സങ്കേതമാണ് ക്രിസ്തു. മാറ്റി നിർത്തപ്പെട്ടവരുടെ ആനന്ദമാണ് സുവിശേഷം. ഒന്ന് ചിന്തിക്കുക. എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിക്കുന്ന ദൈവകൃപ നിന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു. ആ ദൈവകൃപയുടെ പേരാണ് ക്രിസ്തു. ആ ദൈവകൃപയുടെ പൂർണ്ണതയാണ് ക്രിസ്തു. നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ, നമ്മുടെ അസ്വസ്ഥതകളെ ശാന്തമാക്കുന്നവൻ, നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്നവൻ അവൻ ക്രിസ്തു മാത്രമാണ്. അവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു, എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എമ്മാനുവേലായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:23 പറയുന്ന ദൈവം നമ്മോട് കൂടെ എമ്മാനുവേലായി കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണതയാകുമ്പോൾ 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. നമ്മെ നിരന്തരം നയിക്കാനായിട്ട്, നമ്മെ നിരന്തരം വിശുദ്ധീകരിക്കാനായിട്ട് വിശുദ്ധ സക്രാരിയിൽ നിന്നും ദിവ്യകാരുണ്യമായി എന്നെന്നും നമ്മെ ശക്തിപ്പെടുത്തുന്ന ഇമ്മാനുവേലായി അവൻ നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ട്, നിറയുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. 1 യോഹന്നാന്റെ സുവിശേഷം 1:16 പറയുന്നു, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഹല്ലേലൂയ. കൃപ നിറയുമ്പോൾ നമുക്കും വിശുദ്ധ പൗലോസ് ശ്ലീഹായോടൊപ്പം പറയാൻ പറ്റും, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 20-ാം വചനത്തിൽ പറയുകയാണ്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എന്നിൽ ജീവിക്കുകയും വളരുകയും ചെയ്യണമെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:30 പറയുന്നു, ഞാൻ കുറയണം, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എന്നിലെ ഞാൻ ഇല്ലാതെ ആവണം. എന്നിലെ ഞാൻ എന്ന ഭാവത്തോട്, എൻ്റെ ഇഷ്ടങ്ങളോട്, എൻ്റെ ലൗകിക വ്യഗ്രതകളോട്, ദൈവഹിതമല്ലാതെ എന്നിൽ വളരുന്ന എല്ലാത്തിനോടും ഞാൻ നോ പറയാൻ പഠിക്കണം. ഗലാത്യ 4:19 പ്രകാരം ക്രിസ്തു എന്നിൽ രൂപപ്പെടും വരെ ഈറ്റുനോവ് അനുഭവിക്കണം. ആ ക്രിസ്തു എന്നിലും നിന്നിലും രൂപപ്പെടുന്നവരെ നാം ഈറ്റുനോവ് അനുഭവിക്കണം. അതൊരു നിരന്തര വിശുദ്ധീകരണമാണ്. അങ്ങനെ ക്രിസ്തു നമ്മിൽ ജനിച്ച് പൂർണ്ണത പ്രാപിക്കുമ്പോൾ മിക്ക പ്രവാചകൻ സ്വർഗം നമ്മെ നോക്കി മിക്ക പ്രവാചകനിലൂടെ പറയും. അധ്യായം 5 വാക്യം 2 പറയുന്നു, ബെത്ലഹേം എഫ്രാത്ത, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ചെറുതാണെങ്കിലും യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ആമേൻ. ഹല്ലേലൂയ. സ്നേഹം തണുത്തുപോയ, വിശ്വാസം മന്ദീഭവിച്ച ലോകത്തെ നിരാശയിലേക്കും അശുദ്ധിയിലേക്കും വഴുതി വീഴുന്ന ഇസ്രായേലിനെ, ഈ പുതിയ ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ ക്രിസ്തു ഇന്ന് നിന്നിലും എന്നിലും ജീവിക്കട്ടെ, ഭരിക്കട്ടെ എന്ന് നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ വിശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പടി കൂടെ സ്നേഹത്തിൽ വളർന്നുകൊണ്ട് നന്നായി ആഴമേറിയ അനുതാപത്തോടെ നമുക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.